നമസ്കാരം, കുവൈത്ത് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കേരളത്തിലെ വയനാട് ജില്ലയിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷൽ അഹമ്മദ് സ്വബാഹ് അനുശോചനം രേഖപ്പെടുത്തി. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പരിക്കേറ്റവരുടെ രോഗശമനത്തിനും കാണാതായവരുടെ സുരക്ഷിതമായ തിരിച്ചുവരവിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതായും അമീർ പറഞ്ഞു. പ്രകൃതി ദുരന്തത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ മറികടക്കാൻ സൗഹൃദ റിപ്പബ്ലിക്കിലെ ഉദ്യോഗസ്ഥർക്ക് സാധിക്കട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നതായും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനയച്ച അനുശോചന സന്ദേശത്തിൽ അമീർ അറിയിച്ചു. കുവൈത്ത് KMCC സംസ്ഥാന കമ്മിറ്റി സമാഹരിക്കുന്ന വയനാട് ദുരിതാശ്വാസ ഫണ്ടിൻ്റെ ആദ്യ ഗഡു 10 ലക്ഷം രൂപ കൈമാറി. പാണക്കാട് വെച്ച് നടന്ന ചടങ്ങിൽ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ജനറൽ സെക്രട്ടറി മുസ്തഫ കാരിയിൽ നിന്ന് ഫണ്ട് ഏറ്റുവാങ്ങിയത്. സയ്യിദ് മുനവർ അലി തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി MLA, PMA സലാം, PV അബ്ദുൽ വഹാബ് MP, ആബിദ് ഹുസൈൻ തങ്ങൾ MLA, PK ബഷീർ MLA, TV ഇബ്രാഹിം MLA, അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി, CAMA കരീം, C മമ്മൂട്ടി, PK ഫിറോസ് KK, അഹമ്മദ് ഹാജി, T മുഹമ്മദ് തുടങ്ങിയ ലീഗ് നേതാക്കളും കുവൈറ്റ് KMCC സംസ്ഥാന ഭാരവാഹികളായ റഹൂഫ് മഷ്ഹൂർ, MR നാസർ, സലാം പട്ടാമ്പി, ബഷീർ ബാത്ത, ജില്ലാ ഭാരവാഹികളായ ഹംസ ഹാജി കരിങ്കപ്പാറ, നൌഷാദ് വെട്ടിച്ചിറ, ഷാഫി ആലിക്കൽ, ഇസ്മായിൽ കോട്ടയ്ക്കൽ, അഷ്റഫ് പട്ടാമ്പി, ഫൈസൽ നാദാപുരം, ഫസീജ് തിരൂർ തുടങ്ങിയവർ പങ്കെടുത്തു. വയനാടിന്റെ പുനരധിവാസത്തിന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഭവന നിർമ്മാണം, ജീവനോപാധികൾ, തുടർ വിദ്യാഭ്യാസം, ചികിത്സാ സഹായം തുടങ്ങി സമഗ്ര പുനരധിവാസ പദ്ധതിയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. ഇതിനായി ഫണ്ട് സമാഹരിക്കാൻ വയനാടിന്റെ കണ്ണീരൊപ്പാൻ എന്ന പേരിൽ പ്രത്യേക ആപ്പ് സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ആപ്പിലൂടെയാണ് ഫണ്ട് സ്വീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. വയനാട് ദുരന്തത്തിൽ കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ KDA 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ദുരന്ത പശ്ചാത്തലത്തിൽ പ്രത്യേകം വിളിച്ചു ചേർത്ത എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത്. പുനരധിവാസ പദ്ധതികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ കൈക്കൊള്ളുക എന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. കുവൈറ്റ് വയനാട് അസോസിയേഷൻ മുൻകൂട്ടി നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന വയനാട് മഹോത്സവ പരിപാടി ഒഴിവാക്കുവാൻ തീരുമാനിച്ചു. സ്വന്തം നാട്ടിലെ അതിദാരുണമായ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. അതിലേക്കായി നീക്കിവെച്ച തുകയും സുമനസ്സുകളിൽ നിന്ന് ശേഖരിക്കുന്ന തുകയും പുനരധിവാസത്തിലേക്ക് വിനിയോഗിക്കുവാൻ തീരുമാനിച്ചതായി സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. വയനാട് ദുരന്തത്തിൽ അനാഥയായ പെൺകുട്ടിയെ ദത്തെടുക്കാൻ സന്നദ്ധതയറിയിച്ച സമീർ പടന്നയെ കാസർഗോഡ് കൂട്ടായ്മ അഭിനന്ദിച്ചു. കാസർഗോട്ടാർ കുവൈത്ത് പ്രതിനിധികളാണ് സമീറിനെയും കുടുംബത്തെയും സന്ദർശിച്ച് പിന്തുണ അറിയിച്ചത്. കാസർഗോഡ് പടന്ന സ്വദേശിയായ സമീർ ഭാര്യ KP സാജിദയോടും മക്കളായ റിഹാനോടും റബീനോടും ചർച്ച ചെയ്താണ് കുട്ടിയെ ദത്തെടുക്കാൻ സന്നദ്ധത അറിയിച്ചത്. സമീറിന്റെയും കുടുംബത്തിന്റെയും നല്ല മനസ്സിന് കാസർഗോഡ് പ്രതിനിധികൾ നന്ദി അറിയിച്ചു. സത്താർ കുന്നിൽ, മുനീർ കുനിയ, അസീസ് തളങ്കര, അബ്ദു കടവത്ത്, കബീർ മഞ്ഞമ്പാറ, സിദ്ദീഖ് ഷർഖി, സുരേഷ് കൊളവയിൽ, റഫീഖ് ഒളവറ, കുത്തുബുദ്ദീൻ, ഹസൻ തൊട്ടി എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ദത്തെടുക്കലിന് സാങ്കേതികമായ നിരവധി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. നിരവധി ആളുകൾ സമാന രീതിയിൽ സന്നദ്ധത അറിയിച്ച് രംഗത്തെത്തിയിരുന്നു. കുവൈറ്റ് പ്രവാസികളായ സുനിത KJയും ഭർത്താവ് മനോജ് MS എന്നിവർ ഉരുൾപൊട്ടലിൽ മാതാപിതാക്കൾ നഷ്ടമായ 2 പെൺകുട്ടികളെ ദത്തെടുക്കാൻ ആഗ്രഹം അറിയിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ടുപോയ 1-2 മാതാപിതാക്കളെയും ഏറ്റെടുത്തു നോക്കാൻ ഇവർ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. സിവിൽ ID ഡാറ്റാബേസിൽ നിന്ന് 583 പേരുടെ കൂടി അഡ്രസ് നീക്കം ചെയ്തതായി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ID ഇൻഫർമേഷൻ അറിയിച്ചു. മേൽവിലാസം നഷ്ടമായവർ അറിയിപ്പ് ലഭിച്ച് 1 മാസത്തിനകം പുതിയ വിലാസം ചേർക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. കെട്ടിട ഉടമയുടെ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിലോ കെട്ടിടം പൊളിച്ചു മാറ്റിയതിനാലോ ആണ് ഇത്രയും പേരുടെ വിലാസങ്ങൾ നീക്കം ചെയ്തത്. പുതിയ വിലാസം രജിസ്റ്റർ ചെയ്യുന്നതിനായി ഔദ്യോഗിക ഗസറ്റിൽ പേര് പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം പാസി ആസ്ഥാനം സന്ദർശിച്ച് പുതിയ അഡ്രസ് ചേർക്കാവുന്നതാണ്.
നിശ്ചിത സമയത്തിനകം പുതിയ വിലാസം ചേർക്കുന്നതിൽ വീഴ്ച വരുത്തുന്നവർക്ക് 1982 നിയമം നമ്പർ 32 ആർട്ടിക്കിൾ 33 പ്രകാരം പിഴ ചുമത്തും. ഒരാൾക്ക് പരമാവധി 100 ദിനാർ വരെ പിഴ ചുമത്താൻ ഇതിൽ വ്യവസ്ഥയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.